കഷ്ടങ്ങൾക്കെന്നും നീ നാഥനേ ആകെയും കാരുണ്യം. ഇന്ന് നമുക്ക് പാവയ്ക്ക വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ രീതിയിലാണ് പാവയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ ഉപ്പൊന്നും ചേർക്കാതെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ കനം കുറച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാവയ്ക്ക ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ പാവയ്ക്കയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പാവയ്ക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പാവയ്ക്കയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ പാവയ്ക്ക നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ പാവയ്ക്ക എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ഒരരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് പാവയ്ക്കയാണ്. പാവയ്ക്ക നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി പാവയ്ക്ക തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് നേരത്തെ പാവയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം.
ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കറികളുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വറ്റൽമുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഈ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പാവയ്ക്ക ഫ്രൈ ചെയ്തിട്ട് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ പാവയ്ക്കയുടെ കയ്പൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഈ ടൈമിൽ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം. ഇതുവരെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക് വെച്ചിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.